നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടല്ല കേട്ടിട്ടാ പേടിച്ചത്. അതിന്റെ വിറയിൽ ഇപ്പോഴും എന്റെ ദേഹത്തൊന്നും മാറിയിട്ടില്ല. നീ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറ. രൂപേഷും ദർശനയും കൂടി മിന്നൽ രാജു കൊല്ലപ്പെട്ട ആ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ SP വരും പോലും. ആ അരുൺ IPS ഇപ്പൊ ദർശനയെ ഫോണിൽ വിളിച്ച് പറഞ്ഞതെല്ലാം ഞാൻ മറിഞ്ഞു നിന്ന് കേട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ അറിയായിരുന്നു? ആര് വേണമെങ്കിലും അവിടെ പൊയ്ക്കോട്ടെ, എന്ത് വേണമെങ്കിലും പരിശോധിച്ചോട്ടെ, എനിക്കതിലൊന്നും ഒരു ഭയവും ഇല്ല. ഇതുവരെ അവിടെ ഒരുപാട് പരിശോധന നടത്തിയതല്ലേ, എന്നിട്ടെന്ത് കിട്ടി? ഇനി ഒരു തുരുമ്പ് പോലും അവിടെ നിന്ന് കിട്ടാനും പോകുന്നില്ല. കഷ്ടകാലം വന്നാലേ തുരുമ്പും തെളിവാകും. അത് മറക്കരുത്. നിങ്ങൾ അവരങ്ങോട്ട് പോകുന്നത് തടയണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദർശനയല്ല, അവളെ പോലൊരു 100 പേര് അവിടെ ചെന്ന് പരിശോധിച്ചാലും ഒന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. ഇന്നലെ നമ്മുടെ പിള്ളേരവിടെ അരിച്ചു പെറുക്കി നല്ല വൃത്തിയാക്കി എടുത്തതാ. ഇത്രയൊക്കെ ഉറപ്പുണ്ടായിട്ടാണോ നിങ്ങൾ മരിക്കാൻ പോയത്? അത് നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാ. ഞാൻ പിടിക്കപ്പെട്ടാൽ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ രണ്ടുപേരുമാണ്. ബാംഗ്ലൂരിലെ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്നതിൻ്റെ പരമാവധി നമ്മൾ ഊറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പോരാ. ഇവിടെ നിന്ന് ഇനിയും അങ്ങോട്ടേക്ക് ഫണ്ട് പമ്പ് ചെയ്യണം. അതിന് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവണം. ദർശന ഓഫീസിൽ MDയുടെ കസേരയിൽ ഇരുന്നാൽ ഇനി അത് സാധിക്കില്ല. അതുകൊണ്ടാ അവൾ ഇറങ്ങിന്നറിഞ്ഞപ്പോൾ ഞാനൊന്ന് പാനിക്കായത്. അപ്പോ അവരങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്നാണോ? ഒരു കുഴപ്പമില്ല. ചത്തുപോയ മിന്നൽ രാജു ഉയർത്തെഴുന്നേറ്റ് വന്ന് സത്യം വിളിച്ചു പറയാൻ അവൻ വിശുദ്ധനൊന്നും അല്ലല്ലോ. നീ സമാധാനമായിട്ടിരിക്കേ. ഇതെല്ലാം നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. എല്ലാം നമ്മുടെ കൈവെള്ളയിലേക്ക് വരും. അല്ല, ഈ ചത്തുപോയ മിന്നൽ രാജുവിനെ അന്വേഷിച്ചു വരാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? എന്റെ അണ്ണനെ കൊലക്ക് കൊടുത്തിട്ട് നിന്ന് മോങ്ങുന്നോടെ പോങ്ങന്മാരെ. ഈ താലി തൊട്ട് എന്റെ അണ്ണൻ സത്യം ചെയ്തതാ അവസാനത്തെ കൊട്ടേഷനായതെന്ന്. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്റെ കൂടെ ജീവിക്കാൻ കാത്തിരുന്നതാ എന്റെ അണ്ണൻ. താലി തൊട്ട് വാക്ക് തന്ന മനുഷ്യനെയാ അവള്, ആ ദർശന എന്റെ അണ്ണനെ കൊന്നു. അവളെ ഞാൻ അനുഭവിപ്പിക്കും. വേണോ അക്ക? എന്തിനാ ഞങ്ങൾ അക്കയുടെ കൂടെ ഉണ്ട്. അണ്ണനെ കൊന്നതുപോലെ അവളെയും കൊല്ലണം. പാടില്ല. എന്നെ പോലെ അവളും കരയണം. ഇതുപോലെ അവളുടെ ഭർത്താവും ഭിത്തിയിൽ ഒരു പടമായിട്ട് കയറണം. ഈ താലി അവളുടെ ഭർത്താവിന്റെ ചോരയിൽ മുക്കിയെടുക്കണം എനിക്ക്. എന്റെ കൂടെ നിൽക്കാൻ ചങ്കുറപ്പുള്ളവർ മാത്രം നിന്നാ മതി. ആര് കൂടെ ഇല്ലെങ്കിലും ഞാനത് ചെയ്തിരിക്കും. രാജുവേട്ടൻ ഞങ്ങളുടെ ജീവനായിരുന്നക്ക. മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ അക്കയുടെ കൂടെ ഉണ്ട്. ഇതിന് പ്രതികാരം ഞങ്ങൾ ചെയ്തേ അടങ്ങൂ. അണ്ണൻ എന്റെ കഴുത്തിൽ കെട്ടിയ താലിയാണ് സത്യം. അണ്ണനെ ഇല്ലാതാക്കിയവരുടെ ജീവിതം ഞാൻ തകർത്ത് തരിപ്പണമാക്കും. എന്റെ വള്ളിയങ്കാവിൽ അമ്മയാണ് സത്യം. അവളുടെ ഭർത്താവിനെ ഞാൻ കൊന്നിരിക്കും. നീ ബാംഗ്ലൂരിൽ നിന്ന് എപ്പോഴാ വന്നത്? വരുന്ന വഴിയാ. നേരെ ഇങ്ങോട്ട് പോരുകയായിരുന്നു. അപ്പൊ നീ വീട്ടിൽ പോയില്ലേ? പോകുന്നില്ല. ഞാൻ വല്യമ്മ കാണാനാണ് വന്നത്. ഇന്ന് തന്നെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകും.
നിനക്കിത് എന്തു പറ്റി? ഞാൻ വല്യമ്മയെ കാണാൻ ഇവിടെ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ കൂടിയാ. എന്താ മോനെ? അന്ന് പറയാൻ ശ്രമിച്ചപ്പോൾ ഒന്നും എനിക്ക് പറയാൻ സാധിച്ചില്ല. ഇനിയത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ലൈഫിൽ അത് വലിയ പ്രോബ്ലം ആകും. എന്താ? നീ കാര്യം പറ. വല്യമ്മേ, അഞ്ജനെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. മറ്റൊന്നും കൊണ്ടല്ല. അഞ്ജന സംസാരിക്കാത്തതുകൊണ്ടോ അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടോ അല്ല. പിന്നെന്താ നിന്റെ പ്രശ്നം? എനിക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണ്. ഒരുപാട് നാളത്തെ സൗഹൃദം ഇഷ്ടമാണ്. അത് മറക്കാൻ എനിക്ക് പറ്റില്ല. അതുമാത്രമല്ല, അഞ്ജനയ്ക്കും ഈ വിവാഹത്തിൽ അത്ര താല്പര്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഈ വിവാഹം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതെനിക്കറിയാം. വല്യമ്മയുടെ ആഗ്രഹം സാധിച്ചു തരാൻ കഴിയാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ സ്നേഹിച്ച പെണ്ണിനെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. വിവാഹം മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം നടത്താനുള്ളതല്ലല്ലോ. സ്വന്തം മനസ്സാക്ഷിയോടല്ലേ ആദ്യം നീതി പുലർത്തേണ്ടത്. ഈ അവസ്ഥയിൽ അഞ്ജനെ ഞാൻ വിവാഹം കഴിച്ചാൽ എൻ്റെ ലൈഫും ഹാപ്പിയാവില്ല, അഞ്ജനയുടെ ലൈഫും ഹാപ്പിയാവില്ല. അതിനേക്കാൾ നല്ലത് അവരവർക്ക് ഇഷ്ടമുള്ള ജീവിത പങ്കാളിയെ സ്വീകരിക്കുന്നതല്ലേ. അച്ഛനോടും അമ്മയോടും ഒക്കെ ഞാൻ ഇക്കാര്യം സംസാരിച്ചാണ്. പക്ഷേ അവർക്കാർക്കും ഒന്നും മനസ്സിലായില്ല. വല്യമ്മയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലായി. നീ എന്തുകൊണ്ട് അതന്ന് പറഞ്ഞില്ല? എങ്ങനെ പറയും? പവിയങ്ങൾ ബഹളം ഉണ്ടാക്കിയതും അച്ഛൻ അത് കയറി ഏറ്റുപിടിച്ചതുമെല്ലാം ഒരു പ്രത്യേക സന്ദർഭത്തിലായിരുന്നില്ലേ? പിന്നെ അച്ഛനും അമ്മയ്ക്ക് അത് നടപ്പാക്കാനുള്ള വാശിയായിരുന്നു. വല്യമ്മയ്ക്കാണെങ്കിൽ അഞ്ജനോടുള്ള സ്നേഹം കാരണം ഈ വിവാഹം എങ്ങനെയെങ്കിലും നടന്നു കാണണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പിന്നെങ്ങനെയാ ആ സമയത്ത് ഞാൻ സത്യം പറയുന്നത്? അതിനു മുൻപ് തന്നെ വല്യമ്മ എൻ്റെ കയ്യിൽ നിന്ന് അഞ്ജനെ കഷ്ടപ്പെടുത്തില്ല എന്നുള്ള വാക്ക് വാങ്ങിച്ചു. നീ പറഞ്ഞത് ശരിയാ. നിന്നെ കുറച്ചുകൂടി മനസ്സിലാക്കണമായിരുന്നു. നിന്റെ ഇഷ്ടം ചോദിക്കണമായിരുന്നു. അത് ചോദിച്ചില്ല. പകരം നിർബന്ധിച്ചു. നിന്നെക്കൊണ്ട് ഞാൻ സത്യം ചെയ്യിപ്പിച്ചു. തെറ്റായിപ്പോയി. ഇവിടെ നിന്ന് അത് കൂടുതൽ കുഴപ്പമാകുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയത്. ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാത്തതും അതുകൊണ്ടാണ്. പോയാൽ അച്ഛനും അമ്മയ്ക്കും സംസാരിക്കാനുള്ളത് ഈ കാര്യത്തെക്കുറിച്ച് മാത്രമായിരിക്കും. വല്യമ്മ ജയിലിലായ ഈ സാഹചര്യത്തിലും മറ്റുള്ളവരുടെ മാനസികാവസ്ഥയൊന്നും അവർ മനസ്സിലാക്കില്ല. നിന്റെ ജീവിതം എങ്ങനെയായിരിക്കണം, ആരെ വിവാഹം കഴിക്കണം, അതൊക്കെ നിന്റെ തീരുമാനങ്ങളാ. എനിക്കൊരു അബദ്ധം പറ്റി. ഇനി ആരും നിന്നെ നിർബന്ധിക്കില്ല. നിനക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കാം. പക്ഷേ നിനക്കിത് എന്നോട് അന്ന് തന്നെ പറയാമായിരുന്നു. അഞ്ജനയോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്. അതുകൊണ്ടാ സത്യം ചെയ്യിപ്പിച്ചത്.